ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം വനം വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരു നിലപാട് അടിസ്ഥാനപ്പെടുത്തിയാണ് ആധുനിക സമൂഹത്തിൽ മയോവാക്കി വനങ്ങൾ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഒരു വനവൽക്കരണ രീതിയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഏതാണ്ട് 4 സെൻറ്റ് കുറവായ സ്ഥലം മാത്രമാണ് നമ്മളിന്ന് പാഴായി കിടക്കുന്ന സ്ഥലം ഉപയോഗിച്ചത്. ഏതാണ്ട് 300ഓളം മരങ്ങളിപ്പോൾ നല്ലതുപോലെ വളർന്നു വന്നിട്ടുണ്ട്. അതൊരു വനമായിട്ട് തന്നെ വളരുകയാണ്. അപ്പോൾ പട്ടണങ്ങളിലും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലുമെല്ലാം വലിയ സ്ഥലത്തും വളരെ ചെറിയ സ്ഥലത്തും വനം വെച്ച് പിടിപ്പിക്കാനാവും. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സോഷ്യൽ ഫോറസ്റ്റ് ഉൾപ്പെടെ ഉപയോഗിച്ച് ഇത്തരമൊരു വനവൽക്കരണ പ്രവർത്തനം നടന്നത്. കൗതുകമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇന്നത്തെ ദിനം പ്രത്യേക ദിനമാണല്ലോ, അതുകൊണ്ട് കാണുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചു. അതെ, അതായത് ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ, അത് ഒഡീഷയിലായാലും ഛത്തീസ്ഗഡിലായാലും കർണാടകത്തിലായാലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിശക്തിയായ രീതിയിലുള്ള ന്യൂനപക്ഷ വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോഴേ ഏറ്റവും ശക്തിയായിട്ട് വന്നിട്ടുള്ളത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമമാണ്. ബജ്രംഗ് ദളിൻ്റെ RSSൻ്റെ സംഘപരിവാറിൻ്റെ വിഭാഗം ബോധപൂർവം ആസൂത്രണം ചെയ്ത് ഭരണം കയ്യിലെടുക്കുകയാണ്. അവരെ ചോദ്യം ചെയ്ത് അവരെ വിവിധ വകുപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ട് ജയിലിലടക്കുക, കന്യാസ്ത്രീകൾക്ക് അവരുടെ പ്രവർത്തനം നടത്താൻ അനുവദിക്കാത്ത രീതിയിലുള്ള നിലപാടാണ്. അവർക്ക് നേരെ കടന്നാക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളിലും കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത്. പള്ളിക്കെതിരായിട്ട് കടന്നാക്രമമാണ് നടന്നിട്ടുള്ളത്. ഇതിനെ യഥാർത്ഥത്തിലൊരു ക്രിസ്തീയ ന്യൂനപക്ഷ കടന്നാക്രമണ രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം അനുവദിക്കില്ല. ഫാസിസ്റ്റ് തല നിലപാടുകളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നവഫാസിസത്തിൻ്റെ പുതിയ രീതി കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സംഭവം. അതിനെതിരായി അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സഹോദരിമാരെല്ലാം കേരളത്തിൽ നിന്നുള്ളവരാണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വേറൊരു പ്രശ്നം. ഒരാൾ അങ്കമാലിയിലും മറ്റൊരാൾ കണ്ണൂരുമാണ്. അവരിപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ജാമ്യാപേക്ഷ നൽകിയാൽ ഇനി എത്രത്തോളമാണ് ആ ജാമ്യാപേക്ഷയുടെ മേലെ ജാമ്യം ലഭിക്കുക എന്നൊന്നും ഇപ്പം പറയാൻ സാധിക്കുന്നതല്ല. ഏതായാലും അതിശക്തിയായ ന്യൂനപക്ഷ കടന്നാക്രമം ഛത്തീസ്ഗഡിലുണ്ടായിട്ടുള്ള ഈ കന്യാസ്ത്രീ വേട്ട ശക്തിയായ പ്രതിഷേധം രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ഉയർന്നു വരണം. സ്വാഭാവികമായും ഒരു ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്ന മുഴുവൻ പൗരന്മാർക്കും മുഴുവൻ ഭാരതീയർക്കും ഇത്തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായ ന്യൂനപക്ഷ വിരുദ്ധമായ കടന്നാക്രമങ്ങളെ പ്രതിരോധിക്കാൻ ബാധ്യതയും ചുമതലയും ഉണ്ട് എന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്.